കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയനായി മുന്നോട്ട് പോയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ നിയമസഭയുടെ ഒരു അഭിമാനമായിട്ടാണ് നിയമസഭാംഗങ്ങളെല്ലാവരും എന്നും കണക്കാക്കിയിട്ടുള്ളത്. ഉറച്ച രാഷ്ട്രീയ നിലപാടുകളിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയത്തിന് അതീതമായി പൊതുജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഈ നിയമസഭയ്ക്കകത്തും എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറുകയും തലമുറ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പരിഗണിക്കുകയും ചെയ്ത നിയമസഭാംഗങ്ങളുടെ മുൻനിരക്കാരനായിട്ടാണ് അങ്ങയെ എല്ലാവരും കണ്ടിട്ടുള്ളത്. ഞാൻ നിയമസഭയിലേക്ക് ആദ്യം കടന്നു വന്ന കാലഘട്ടം മുതൽ ഈ നിമിഷം വരെ കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ, അങ്ങയുടെ നിയമസഭാ പ്രസംഗങ്ങൾ, അതിലെല്ലാം വളരെ ശക്തമായി സർക്കാരിനെ താക്കീത് ചെയ്തുകൊണ്ട് പ്രതിപക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോഴും ഇടപെടലുകൾ വരുമ്പോൾ സരസമായ സ്നേഹത്തോടെ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ചിരിക്കുവാനും എന്ന് ചിന്തിക്കുവാനും അവസരം കൊടുക്കുന്ന വിധത്തിൽ അങ്ങ് നടത്തുന്ന പരാമർശങ്ങൾ അങ്ങയുടെ മാത്രം ഒരു പ്രാഗൽഭ്യമായി തന്നെ കരുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭരണമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ മന്ത്രി എന്ന നിലയിൽ അങ്ങ് നടത്തിയിട്ടുള്ള ശക്തമായ നിലപാടുകളിൽ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലുമെല്ലാം അഭിമാനത്തോടു കൂടിയാണ് നമുക്കതെല്ലാം ഓർക്കാൻ കഴിയുക. അങ്ങയുടെ പ്രവർത്തന രംഗങ്ങളെല്ലാം ഭരണമുന്നണിയിലും പ്രതിപക്ഷത്തുമൊക്കെ നിന്ന് നടത്തി അടൂർ അസംബ്ലി മണ്ഡലത്തിൽ 4 പ്രാവശ്യവും കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ 4 പ്രാവശ്യവും ഈ നിയമസഭയിൽ ഏറ്റവും സീനിയർ അംഗമായി കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ കേരള നിയമസഭയ്ക്ക് ഈ നിയമസഭയുടെ പവിത്രതയും മഹത്വവും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഉന്നതമായ അങ്ങീ സ്ഥാനത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ സ്പീക്കർ സ്ഥാനത്തിൻ്റെ തന്നെ പവിത്രത, അതിൻ്റെ പ്രാധാന്യം തന്നെ വർദ്ധിക്കുകയാണ് എന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നിയമസഭയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും കരുത്തനായ ശ്രദ്ധേയനായ സ്പീക്കറെ ലഭിച്ചിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടിയാണ് 140 അംഗങ്ങൾ ഈ നിയമസഭയുടെ ഭാഗമായി നിൽക്കുന്നത് എന്ന് ഉറച്ചു ഞാൻ വിശ്വസിക്കുകയാണ്.